നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് ചുറ്റുമുള്ള പലരും പറയാറുണ്ട്, ഇപ്പോൾ പ്രായം 40ആയി, ഇനി എന്ത് ജീവിതം എന്ന്. എന്നാൽ സത്യം അതല്ല. 40 എന്നത് വെറും ഒരു നമ്പരാണ്. പക്ഷേ വണ്ടി പഴയതാകുമ്പോൾ സർവീസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ ശരീരമാകുന്ന വണ്ടിക്കും 40 കഴിഞ്ഞാൽ ചെറിയ ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞവർ ജീവിതശൈലിയിൽ വരുത്തേണ്ട വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇതിൽ നിങ്ങളുടെ ആരോഗ്യവും സന്തോഷവും ഒളിഞ്ഞിരിപ്പുണ്ട്. ആദ്യത്തെ കാര്യം വ്യായാമമാണ്. 40 കഴിഞ്ഞു എന്ന് കരുതി ഒളിമ്പിക്സിന് പോകാൻ നിൽക്കുന്ന കഠിനമായ വർക്കൗട്ടുകളൊന്നും വേണ്ട. പക്ഷേ ശരീരം ഒന്നനങ്ങണം. ദിവസവും ഒരു അരമണിക്കൂർ നടക്കാൻ സമയം കണ്ടെത്തുക. അയൽവക്കത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നടത്തമല്ല, കൈകൾ വീശി അല്പം വേഗത്തിലുള്ള നടത്തം. ഈ നടത്തം നിങ്ങളുടെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. മടി പിടിച്ചിരുന്നാൽ വണ്ടി തുരുമ്പ് പിടിക്കും എന്ന് ഓർക്കണം. അടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ്. പണ്ട് 3 നേരം ചോറ് കഴിച്ചിരുന്ന ശീലം ഇനി അല്പം മാറ്റേണ്ടതായിട്ടുണ്ട്. അരി ആഹാരം അമിതമായാൽ കൂടെ വരുന്നത് പ്രമേഹമാണ്. പ്രമേഹമെന്നാൽ പിന്നെ അതിൻ്റെ കൂടെ വേറെയും കുറേ വിരുന്നുകൾ, അതായത് രോഗങ്ങൾ വരും. അതുകൊണ്ട് പ്ലേറ്റിലെ ചോറ് കുറച്ച് പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിറയ്ക്കുക. ഉപ്പിൻ്റെ കാര്യത്തിൽ അല്പം പിശുക്ക് കാണിക്കണം. അമിതമായി ഉപ്പുള്ള അച്ചാറും പപ്പടവും ദൂരെ മാറ്റി നിർത്താം. ആരോഗ്യം വേണോ അതോ രുചി വേണോ എന്ന് തീരുമാനിക്കേണ്ട സമയമാണിത്. അടുത്തത് പുകവലിയും മദ്യപാനവും. ഇത് രണ്ടും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബദ്ധശത്രുക്കളാണ്. ഒരു പെഗ് അടിച്ചാൽ എന്ത് പറ്റാനാണ് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഹൃദയം പണി നിർത്തിയാൽ പിന്നെ ഒന്നും അടിക്കാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ട് ഈ ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഇതാണ്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശരീരവും ചാർജ് ചെയ്യണം. അതിന് ചുരുങ്ങിയത് 7 മണിക്കൂർ സുഖമായി ഉറങ്ങണം. ഒപ്പം ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്. ഉള്ളിൽ വെള്ളം ചെന്നാലേ എൻജിൻ ചൂടാവാതെ ഓടുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ ഓടി നടന്നുവെങ്കിൽ ഇനി അല്പം സ്വന്തം സന്തോഷത്തിനു വേണ്ടി ജീവിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക, യാത്രകൾ പോവുക, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ വിളിക്കുക. നിങ്ങൾ സന്തോഷവാനായി ഇരിക്കുമ്പോൾ ശരീരത്തിൽ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും പമ്പ കടത്തും. അമിതമായ ടെൻഷൻ പല രോഗങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ഡോണ്ട് വറി, ബി ഹാപ്പി എന്നായിരിക്കണം. നമ്മൾ എല്ലാവരും ജീവിതമെന്ന വലിയ ഓട്ടപ്പന്തയത്തിലാണ്. 40 വയസ്സുവരെ നമ്മൾ കുടുംബത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി ഓടുന്നു. എന്നാൽ 40 കഴിയുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിൽക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറയാം. ഇത് രാജുവിൻ്റെ കഥയാണ്. പക്ഷേ സത്യത്തിൽ ഇത് നമ്മുടെയെല്ലാം കഥയാണ്. 40 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഈ കഥയൊന്ന് കേൾക്കുക. രാജു ഒരു സാധാരണ മനുഷ്യൻ. 40 വയസ്സ് കഴിഞ്ഞു. പ്രൈവറ്റ് കമ്പനിയിലെ ജോലി, ഭാര്യ, 2 കുട്ടികൾ. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് ഓടുന്നു, വൈകി രാത്രി വരുന്നു. അവൻ്റെ പ്ലേറ്റിൽ എപ്പോഴും ചോറ് നിറഞ്ഞിരിക്കും. ചോറുണ്ണാതെ എന്തൂണ് എന്നായിരുന്നു അവൻ്റെ ചിന്ത. ഉപ്പും അച്ചാറും പപ്പടവും ഇതൊക്കെ രാജുവിൻ്റെ പ്രിയപ്പെട്ട വിരുന്നുകാരായിരുന്നു. വ്യായാമം, അയ്യോ അതൊക്കെ ചെറുപ്പക്കാർക്കുള്ളതല്ലേ, എനിക്ക് സമയമില്ല എന്നായിരുന്നു മറുപടി. രാജുവിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ മൊബൈലും ടിവിയുമായിരുന്നു. രാത്രി വൈകി വരെ അതൊക്കെ നോക്കിയിരിക്കും. ഉറക്കം 5-6 മണിക്കൂർ കിട്ടിയാൽ ഭാഗ്യം. പക്ഷേ രാജു സന്തോഷവാനായിരുന്നില്ല. ടെൻഷനും സ്ട്രെസ്സും അവനെ എപ്പോഴും അലട്ടിയിരുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനിടയിൽ സ്വന്തം സന്തോഷം അവൻ മറന്നു പോയിരുന്നു. ഒരു ദിവസം രാജുവിന് ഒരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. പേടിച്ചു പോയ അവൻ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ പരിശോധിച്ച ശേഷം പറഞ്ഞു, രാജു, നിന്റെ ഹൃദയം പണിമുടക്കാൻ തുടങ്ങിയിരിക്കുന്നു, പ്രമേഹവും വരുന്നുണ്ട്. രാജുവിന് വല്ലാത്ത പേടിയായി. ഡോക്ടർ, ഞാനിനി എന്ത് ചെയ്യും? അവൻ ചോദിച്ചു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജു, 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിന് ചെറിയൊരു സർവീസ് ആവശ്യമാണ്. നീ ജീവിതശൈലി ഒന്ന് മാറ്റണം. കഠിനമായ വ്യായാമം ഒന്നും വേണ്ട. ദിവസവും ഒരു അരമണിക്കൂർ നടക്കാൻ സമയം കണ്ടെത്തിയാൽ മതി. ചോറിൻ്റെ അളവ് കുറച്ച് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക. പുകവലിയും മദ്യപാനവും പൂർണ്ണമായി ഒഴിവാക്കുക. നന്നായി ഉറങ്ങുക. ധാരാളം വെള്ളം കുടിക്കുക. ഏറ്റവും പ്രധാനം, നിനക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കരുത്.
ഡോക്ടറുടെ വാക്കുകൾ രാജുവിനെ ചിന്തിപ്പിച്ചു. അവൻ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. ആദ്യം വ്യായാമം. രാവിലെ എഴുന്നേറ്റ് പതുക്കെ നടക്കാൻ തുടങ്ങി. അയൽപക്കത്തെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള നടത്തമല്ല, കൈകൾ വീശി അല്പം വേഗത്തിലുള്ള നടത്തം. ഈ നടത്തം അവൻ്റെ ശരീരത്തിൽ വരുത്തുന്ന മാറ്റം അത്ഭുതകരമായിരുന്നു. പിന്നെ ആഹാരം. പ്ലേറ്റിലെ ചോറ് കുറച്ചു. പകരം പച്ചക്കറികളും പഴങ്ങളും നിറച്ചു. ഉപ്പും അച്ചാറും പപ്പടവുമൊക്കെ ദൂരേക്ക് മാറ്റി നിർത്തി. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് അവൻ മനസ്സിലാക്കി. ദുശീലങ്ങളോടെ ടാറ്റ പറഞ്ഞു. പുകവലിയും മദ്യപാനവും ഉപേക്ഷിച്ച് നന്നായി ഉറങ്ങുവാനും ധാരാളം വെള്ളം കുടിക്കുവാനും ശ്രദ്ധിച്ചു. ഏറ്റവും പ്രധാനം, അവൻ സന്തോഷവാനായി ഇരിക്കാൻ തുടങ്ങി. പഴയ സുഹൃത്തുക്കളെ വിളിച്ചു, യാത്രകൾ പോയി, ഇഷ്ടമുള്ള പാട്ട് കേട്ടു. അവനിൽ ഹാപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ടെൻഷനും സ്ട്രെസ്സും പമ്പ കടന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം രാജു വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ അവനെ പരിശോധിച്ച ശേഷം പറഞ്ഞു, രാജു, നിന്റെ ഹൃദയം ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നു, പ്രമേഹവും വരുന്നുണ്ടായിരുന്നില്ല, നീ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. രാജുവിന് വലിയ സന്തോഷമായി. അവൻ പറഞ്ഞു, ഡോക്ടർ നന്ദി. 40 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തോടും മനസ്സിനോടും അല്പം കൂടുതൽ സ്നേഹം കാണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ കൂടുതൽ ആരോഗ്യവാനും സന്തോഷവാനുമാണ്. സുഹൃത്തുക്കളെ, 40 വയസ്സ് കഴിഞ്ഞവർ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വരും കാലം നമ്മുടെ രോഗങ്ങളില്ലാതെ ആസ്വദിക്കാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്യുക. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.